അതെ, കുറച്ച് നാൾ മുൻപ് ഞാൻ കുറച്ച് ചീര നട്ടിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ തന്നയച്ചതാണ് പാകി മുളപ്പിച്ചോളാൻ പറഞ്ഞിട്ട്. പക്ഷെ ഞാനതൊന്നും മുളപ്പിച്ചൊന്നുമില്ല. അതിനെ ഷെൽഫിൽ എടുത്തു വെച്ചു. ഒരു വർഷത്തോളം അതവിടെ ഇരുന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനത് എടുത്തത്. എന്നിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഒന്ന് പാകി നോക്കാം, മുളയ്ക്കുമോ നോക്കാം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ചു. ഒരിക്കലും മുളക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് ഈ നിലയിലായി, ഇതുപോലെ നന്നായി ഉണ്ടായി. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ രാവിലെയും വൈകിട്ട് 2 നേരം നനച്ചു കൊടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാൻ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടമാണ് ചീര കഴിക്കാനായിട്ട്. ആദ്യമൊന്നും ഞാൻ ഒന്നും നടാറില്ല. ഇവിടെ സ്ഥലമില്ല, നടക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും നട്ടുപിടിപ്പിക്കാറില്ല. പിന്നീട് എനിക്ക് തോന്നി കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ കുറച്ച് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് പാവി ഇപ്പോൾ മുളച്ചിട്ടൊക്കെ ഉണ്ട്. വീടിൻ്റെ ബാക്കിൽ ഒരു ഇത്തിരി സ്ഥലമുണ്ട്, ഒരു ചെറിയ തോട് പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് തക്കാളിയും പയറും അതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൂടാതെ മത്തങ്ങ, കുക്കുംബർ അതൊക്കെ മുളച്ചിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്ത് പോയിട്ട് വീടിൻ്റെ ബാക്ക് വശത്ത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ മുളപ്പിച്ചേക്കണതൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ തോട്. അത് ആ കാണുന്നത് അപ്പുറത്തെ വീടാണ് കേട്ടോ. ഇതാണ് ഞാൻ വെച്ചേക്കണ തക്കാളി, പിന്നെ പയർ, മത്തങ്ങ, പിന്നെയും പയറൊക്കെ തന്നെ മുളച്ചിട്ടുണ്ട്. കുറച്ച് ഈ മണ്ണിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ മുളച്ചിട്ടുണ്ട്. തക്കാളി ഒരു 5-6 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇതിൽ കൊണ്ട് നട്ടുപിടിപ്പിച്ചു. ഇത് എന്താ മുളച്ചേക്കണേന്ന് അറിയില്ല, തന്നെ മുളച്ചതാണ്. ഞങ്ങൾ മൊബൈലിലൊക്കെ നോക്കിയപ്പോൾ ഇത് കുക്കുംബറാന്ന് പറയണേ. പിന്നെ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചീര ഈ കുക്കുംബർ മുളച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് അതിനിങ്ങനെ വലുതാവാൻ പറ്റണില്ല, അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥലം, വീടിൻ്റെ ബാക്ക് വശത്തുള്ള സ്ഥലം. ഇതാണ് എനിക്ക് കൃഷി ചെയ്യാനുള്ളത്. ഇത്രയും സ്ഥലമുള്ളൂ, എന്നാലും ഞാൻ ഇതിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.